ഇപ്പോൾ നമുക്ക് ഈ വിവാഹ തടസ്സം മാറാനുള്ള വഴികൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വഴികൾ എന്തൊക്കെയാണ്? വിവാഹ തടസ്സം മാറാനായിട്ട് ജാതകം പരിശോധിച്ച് ഏത് ഗ്രഹമാണോ ദുർബലമായിട്ട് നിൽക്കുന്ന ആ ഗ്രഹങ്ങൾക്ക് വേണ്ട വഴിപാടുകൾ കഴിച്ചാൽ വിവാഹ തടസ്സം മാറും. പിന്നെ വിവാഹം തടസ്സം അല്ലെങ്കിൽ സന്താന ദുരിതമൊക്കെ ജാതകം കൊണ്ട് മാത്രമല്ല, നമ്മുടെ കുടുംബപരദേവത ഉപാസനയിൽ വീഴ്ചകളോ അല്ലെങ്കിൽ കുടുംബപരദേവതയെ വേണ്ട ഈ സംരക്ഷിക്കാതിരുന്നാലും ഇതൊക്കെ വരാം. നമ്മുടെ ജാതകങ്ങളെല്ലാം നന്നായിട്ട് നോക്കി നടത്തിയാലും ഒരുപാട് ഭാര്യാഭർത്താവ് ഇപ്പം നിലവിൽ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അങ്ങേയറ്റം വഴക്ക്, പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ എല്ലാം നോക്കി നടത്തിയിട്ടും ആ ഒരു വിഷയം സംഭവിക്കുന്നത്? 2-3 കാര്യങ്ങളുണ്ടാവും. ജാതകത്തിൻ്റെ വിഷയം മാത്രമല്ല, സാമൂഹികമായ കുറച്ച് കാരണങ്ങളും കൂടി അതിലുണ്ട്. പഴയ കാലത്തെ പോലെ വിട്ടുവീഴ്ച മനോഭാവം ഇല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള ഈഗോ, അതൊക്കെ തന്നെ ഈ വിവാഹബന്ധത്തിനെ ബാധിക്കും. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള ഗ്രഹദോഷങ്ങളെ കൊണ്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാവോ അല്ലെങ്കിൽ അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ പരിപൂർണമായിട്ട് ജ്യോതിഷത്തിൻ്റെ കയ്യിലല്ല ജീവിതം എന്ന് പറയുന്നത്. ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ്. ജീവിതം എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമ്മുടെ മാനുഷികമായ ഇടപെടലുകളും സാമൂഹികമായ ക്രമവും അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ അല്ലാതെ വരുമ്പോൾ വിവാഹങ്ങൾ, പ്രണയവിവാഹമാണെങ്കിലും ജ്യോതിഷപരമായി നോക്കി ചെയ്ത വിവാഹമാണെങ്കിലും തകരും. അത് ജ്യോതിഷത്തിൻ്റെ കുറ്റമല്ല. അതേപോലെ തന്നെയാണ് ഈ നമുക്ക് 2 വിവാഹയോഗമുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് 2 വിവാഹയോഗം ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നത്? ഏഴിലെ ഗ്രഹങ്ങളുടെ സ്വാധീനം അനുസരിച്ചിരിക്കും. 7 പാപഗ്രഹങ്ങൾ 2 നിൽക്കുക, 7-ാം ഭാവാധിപൻ്റെ നീചസ്ഥിതി. ഇപ്പോൾ ഈ ദാമ്പത്യ സൗഖ്യം എല്ലാം 7-ാം ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. 7-ാം ഭാവവും പിന്നെ 7-ാം ഭാവത്തിൻ്റെ 7-ാം ഭാവം, അങ്ങനെ 2 തരത്തിൽ ദാമ്പത്യ സുഖങ്ങളെ പറ്റി ചിന്തിക്കാം. ഇതിലെ ഗ്രഹങ്ങളുടെ സ്വാധീനം വെച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും.